ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. ഇബാ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സംഭവം പരിചയപ്പെടുത്തി തരാം. അതിനാണ് ഞാൻ വീഡിയോയിലായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് ആ സംഭവം. ഇതൊരു ബയോബിനാണ്. നമ്മുടെ അടുക്കള മാലിന്യങ്ങളൊക്കെ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി ഉള്ള ഇൻസ്ട്രുമെൻ്റാണ്. 2 കമ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു ബയോബിനാണ്. ഇത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി ഇനത്തിൽ ലഭിച്ചതാണ്. ഇതിനുള്ളിൽ നമ്മൾ അടുക്കള മാലിന്യങ്ങളാണെന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുന്നത്. പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട്, ഇറച്ചി മീൻ അതിൻ്റെയൊക്കെ വേസ്റ്റ് ഇടാം. അതുപോലെ തന്നെ അധികം വരുന്ന ചോറിടാം. എന്തും ഇടാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിരട്ട ഇടരുത്, തെർമക്കോൾ ഇടരുത്, പ്ലാസ്റ്റിക് ഇടരുത്. ഈ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എന്ത് കാര്യവും ഇടാം. പച്ചിലകളും ഒക്കെ ഇടാം, ഉണങ്ങിയ ഇലകളും ഒക്കെ ഇടാം. പക്ഷേ ഇത് 3 ചിരട്ട, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ തെർമക്കോൾ, ഈ 3 കാര്യങ്ങളും ഇതിനുള്ളിൽ ഇടരുത്. ഇതിനകത്ത് ഇപ്പം നമ്മൾ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ മുകളിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ അത് ഏകദേശം 3/4 ഭാഗം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസം കൊണ്ടാണ് നമ്മൾ ഈ 3/4 ഭാഗം എത്തിയിട്ടുള്ളത്. ഈ താഴത്തേനകത്ത് ഈ നേരത്തെ ഇട്ടിരുന്ന നിറഞ്ഞ മാലിന്യം താഴോട്ട് മാറ്റി അതിൻ്റെ മുകളിലാണ് ഈ പുതിയ ബിൻ വെച്ച് പുതിയ മാലിന്യങ്ങൾ ഇടുന്നത്. ഇത് ഇപ്പോൾ വളമായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ 3/4 ഭാഗം നിറഞ്ഞ ഈ ബിൻ താഴെ വെക്കുകയും ഈ താഴെ ഇരിക്കുന്ന ഈ ബിന്നിനകത്ത് ഇരിക്കുന്ന വളം നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. ചാക്കിനകത്തൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കണം. അതിനുശേഷം ഇത് കഴുകി, ഇതിൻ്റെ ഓരോ ഭാഗവും കഴുകി വൃത്തിയായിട്ട് വേണം നമുക്ക് മുകളിലോട്ട് വെക്കാൻ. ഈ മാലിന്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് അറിയോ? മാലിന്യം ഇതിനകത്തിടുക. അതിനുശേഷം ഇനോക്കുലം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ ചകിരിച്ചോറ് തന്നെയാണ്, ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ്. ഇത് ഈ ബയോബിൻകാർ തന്നെ നമുക്ക് തന്നതാണ്. അന്ന് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തപ്പോൾ തന്നതാണ്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ഞങ്ങൾ 2ാമത്തെ സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പം അടുക്കള മാലിന്യം ഇപ്പം പച്ചക്കറി വേസ്റ്റ് ഇടുക എന്ന് വെച്ചു, അത് ഇതിനകത്ത് ഇടുക. കുറച്ച് ഇനോക്കുലം അതിൻ്റെ മുകളിൽ ഇടുക. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കണം. പിറ്റേ ദിവസം ഇട്ടിടണം. കഴിയുന്നതും വെള്ളം ദ്രാവക രൂപത്തിലുള്ള ഒന്നും ഇതിനുള്ളിൽ നിക്ഷേപിക്കരുത്. ഇപ്പം പച്ചക്കറി വേസ്റ്റ് ആണെങ്കിൽ തന്നെ ഒരു അരിപ്പയ്ക്കകത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറിപ്പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തിടാൻ. ഇപ്പം കുറച്ച് ചോറ് അധികം വന്നിരുന്നെങ്കിൽ അതിൻ്റെ നനവോടിടരുത്. അതും ഇതുപോലെ അരിപ്പയ്ക്കകത്ത് വെച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് മാത്രമേ ഈ ഇതിനകത്ത് നിക്ഷേപിക്കാവൂ. ഈ വെള്ളത്തിൻ്റെ അളവ് കൂടിയാലുള്ള കുഴപ്പം, നമുക്ക് കുറച്ച് ഇനോക്കുലം കൂടുതലിടാം. പക്ഷേ അതിന് വേറെ നമ്മുടെ കൂത്താടികളൊക്കെ പുഴുവൊക്കെ വരികയൊക്കെ ചെയ്യും. ഇതിനകത്തൊരു പുഴു വരുന്നുണ്ട്, BSF ലാർവ എന്ന് പറയും. പിന്നെ ബിഗ് സോൾജിയർ ഫ്ലൈ. നമ്മൾ പച്ചക്കറിയൊക്കെ കുറേ ദിവസം ഒരു പാത്രത്തിനകത്തേക്ക് വെച്ചൊന്ന് അഴുകിയാൽ ഒരു ഈച്ച പോലെ വലിയൊരു പക്കി അതിനകത്ത് വരാറുണ്ട്. അതിൻ്റെ പേരാണ് ബിഗ് സോൾജിയർ ഫ്ലൈ. നമുക്ക് ആ പച്ചക്കറി ഇടുമ്പോഴാണ് നമുക്കത് കുറേ ദിവസം അഴുകിയ പച്ചക്കറി നമ്മൾ വീട്ടിൽ ഇരുന്നാൽ അതങ്ങനെ വരുന്നുണ്ട്. അതിടുന്ന മുട്ടയാണ് വിരിഞ്ഞിട്ട് BSF ലാർവയായിട്ട് വരുന്നത്. ഈ ലാർവയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. മാലിന്യത്തിനെ കമ്പോസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അവരാണ്. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് കണ്ടാലോ? ഇതാണ് അതിൻ്റെ അടപ്പ്. ഇത് നമ്മൾ അതിൽ നിന്ന് മാറ്റുന്നത്. അതിന് ശേഷം ഇതൊക്കെ നമ്മളിട്ട അടുക്കള മാലിന്യങ്ങളാണ്. അത് മീൻ്റെ വേസ്റ്റ് ഉണ്ട്, പച്ചക്കറി വേസ്റ്റ് ഉണ്ട്, തേയിലയുടെ ചണ്ടിയുണ്ട്, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത് 3/4 ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് മാറ്റാം. അതാണ്ട് താഴത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന വളമായ മാലിന്യങ്ങളാണ് ഇതെല്ലാം. ഇത് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് മുട്ടത്തോട് ഇത്തിരി കാണുന്നുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് മുറിക്കുന്നതിന് മുമ്പാണ്. ഇത് കോഴിക്കാലാണ് കേട്ടോ. അത് കുറേ പ്രാവശ്യം ഇട്ടെങ്കിലേ അത് വളമായിട്ട് മാറത്തുള്ളൂ. അതൊക്കെ നല്ല പൊടി പോലത്തെ മാലിന്യങ്ങളാണ്, കമ്പോസ്റ്റാണ്. നല്ല പൊടിയാണ്. ഇതിനകത്ത് ഒരു ബാഡ് സ്മെല്ലോ ഒന്നുമില്ല. ഒരു ശകലം പോലും സ്മെല്ലില്ല. നമ്മൾ മീൻ്റെ വേസ്റ്റൊക്കെ ഇടുമ്പം സ്മെല്ല് വരത്തില്ല. പക്ഷേ ഇനോക്കുലമൊക്കെ ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ശകലം പോലും സ്മെല്ല് വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഈ കമ്പോസ്റ്റിനും ഒരു സ്മെല്ലും ഇല്ല. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് വരെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പോസ്റ്റാണ്. കണ്ടോ, ശരിക്കും പൊടിഞ്ഞ് വെള്ളം നനവ് ഒരു സ്വല്പം പോലും ഇല്ല. നല്ല പൊടിയായിട്ടുള്ള ഒരു കമ്പോസ്റ്റാണിത്. ഇതിനകത്ത് ഞാൻ മുട്ടത്തോട് ഇട്ടിരുന്നു. അത് മുട്ടത്തോട് കൊണ്ടുവന്ന് ഇടുന്ന ഒരു സ്പീഡിലാണെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ടിടണമായിരുന്നു. അതുകൊണ്ടാണ് അതങ്ങനെ മുട്ടത്തോടായിട്ട് കിടക്കുന്നത്. പക്ഷെ അത് കൈകൊണ്ടൊന്ന് പൊടിച്ചാലും പൊടിയാളൊന്നും കറക്റ്റ് നല്ല ഒന്നാന്തരം മുതം.
ഇതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഭാഗം ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം മുകളിലത്തെ തട്ടിൽ ഇരുന്നത് ഞങ്ങൾ വളമായിരുന്നു. അതെല്ലാം ചെടിക്കൊക്കെ ഇട്ട് തീർന്നു. ചെടിക്കെല്ലാം ഇപ്പം ഞാൻ ഈ വളമാണ് ഇടുന്നത്. ഇനി നമുക്കിത് മാറ്റി ഇത് ചാക്കിലോട്ട് മാറ്റിയിട്ട് ഇത് കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് വേണം മുകളിലത്തെ സെറ്റായിട്ട് പുതിയതായിട്ട് പാക്ക് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ഇത് എല്ലാം അടച്ച് സൂക്ഷിക്കാം. ഇനിയും നമ്മൾ ഇടുന്നത് ഈ വളമായി മാറിയ ഈ കമ്പോസ്റ്റ് മാറ്റുന്ന ഈ ഭാഗം, ഈ കമ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത്. മറ്റേത് താഴത്തെ വളമാകാൻ വേണ്ടി മറ്റേ കമ്പാർട്ട്മെൻറ്റ് താഴെ ഭാഗമായിട്ട് വെക്കും. ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ താഴെ ഇരുന്ന് വളമായ കമ്പാർട്ട്മെൻറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ വരെ വേസ്റ്റ് ഇട്ടിരുന്ന കമ്പാർട്ട്മെൻറ്റാണ് ഇപ്പം താഴെ വെച്ചിരിക്കുന്നത്. നാളെ ഈ താഴെ ഇരുന്ന കമ്പാർട്ട്മെൻറ്റിൻ്റെ വളമെല്ലാം ഒരു ചാക്കിലോട്ട് മാറ്റി. ഇപ്പം സന്ധ്യയായി, അതുകൊണ്ട് ഇപ്പോൾ സമയം കിട്ടത്തില്ല. അത് നാളെ ഇതെല്ലാം ചാക്കിലോട്ട് മാറ്റിയിട്ട് ആ കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഇനി മുകളിൽ വെക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ അടപ്പിങ്ങനെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. ആ കമ്പാർട്ട്മെൻറ്റിലായിരിക്കും ഇനി മുതൽ നമ്മൾ അടുക്കള മാലിന്യങ്ങളെല്ലാം ഇടുന്നത്. നിങ്ങളും ഇതുവരെ ഒരു ബയോബിൻ സംഘടിപ്പിക്കാൻ നോക്കണം. ഇപ്പം പലരും ചെയ്യുന്നുണ്ട്. ബക്കറ്റിനകത്തൊക്കെ മാലിന്യങ്ങൾ ഇട്ടിട്ട് താഴെ ഒരു പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മാലിന്യങ്ങൾ മാറ്റാം. അപ്പോൾ ഈ പൈപ്പിനകത്തോട്ട് ഇതിനകത്ത് ഊറി വരുന്ന വെള്ളമൊക്കെ നമുക്ക് ശേഖരിച്ചത് ഡയലൂട്ടാക്കി ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് പക്ഷേ വെള്ളം കുറവായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. കാരണം വെള്ളം പോകാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഉണങ്ങിയ പൊടികൾ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വളങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇനി നാളെ ഞാനത് ഈ കമ്പാർട്ട്മെൻറ്റ് പുറത്തോട്ട് മറ്റേത് വെച്ചിട്ട് പുതിയതായിട്ട് നാളെ അതിനകത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായിരിക്കും. ഞാൻ ചെടിക്കൊക്കെ ഇടുമ്പോൾ ഞാനത് വീഡിയോ ചെയ്യാം. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.